കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് +1 ഹിന്ദി ചാപ്റ്റർ 1 നിർച്ചർ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നിർച്ചർ കാട്ടരുവി അല്ലെങ്കിൽ അരുവി, കാട്ടിലൂടെ ഒഴുകുന്ന അരുവി എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ, അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒന്ന് കാണുക, എന്നിട്ട് വേണം ഈ ആക്ടിവിറ്റീസ് നോക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വാച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഛായാവാദി കവിതകൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഈ കവിതയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ അത് വിശകലനം ചെയ്ത് ചോദിക്കാനൊക്കെ പറഞ്ഞാൽ അത് പഠിച്ചിരിക്കണം. പിന്നെന്താ, ഈ ഛായാവാദി കവിതകൾ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കണം. അതിലെ ശൈലികൾ, ഉപയോഗിക്കുന്ന ശൈലികൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ വികാരം എങ്ങനെയാണ് എന്നുള്ളത്, അതിൻ്റെ സവിശേഷതകളൊക്കെ തിരിച്ചറിയണം. പിന്നെ കവിതയുടെ ആശയം എഴുതാൻ പറഞ്ഞാൽ അതറിയണം. കവിതയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് ആസ്വാദനക്കുറിപ്പ്. അപ്പോൾ ഈ കവിത നിങ്ങൾ എങ്ങനെ ആസ്വദിച്ചു, അത് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ മെയിനായിട്ട് വരുന്നത് ഈ കവിതയിലെ കുറച്ച് വരികൾ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കവിത വായിച്ചപ്പോൾ ഇപ്പുറത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഓരോ കവിതയുടെ കുറച്ച് വരികൾ കഴിയുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇപ്പുറത്ത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അത്തരത്തിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലൂടെ തന്നെ പോവാം. അപ്പോൾ നമുക്ക് നേരെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 9 അവിടെ സൈഡിലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കവിത തന്നിട്ട് അല്ലെങ്കിൽ ആ കവിതയുടെ വരികൾ തന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? നിർച്ചർ അപ്നാ സുമധുർ സ്വർ കിസ്കോ സുനാത്ത ഹോഗ. അപ്പോൾ നിർച്ചർ എന്ന് പറയുന്ന അരുവി അപ്പനാ സുന്ദർ സ്വർ, അതായത് തൻ്റെ ആ മനോഹരമായ സ്വരം അല്ലെങ്കിൽ ആ ശബ്ദം കിസ്കോ ആരെ ആയിരിക്കും സുനാത്ത ഹോഗ എന്ന് വെച്ചാൽ കേൾപ്പിക്കുന്നത്. അപ്പോൾ ആരെ കേൾപ്പിക്കാനാണ് ഈ മനോഹരമായ ശബ്ദം ഈ അരുവി പുറപ്പെടുവിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? നിർച്ചർ निर्जन वन की प्रकृति पत्थरों पेड़ों या अपनी प्रिय प्रेमी के लिए मधुर स्वर सुनाता है. അപ്പോൾ നിർച്ചർ അരുവി, നിർജൻ വൻ കി പ്രകൃതി അതായത് വിജനമായ വനത്തിലെ ആ പ്രകൃതിക്കും, പത്തരവും കല്ലുകൾക്കും, പിന്നെന്താ പേടോം യാ അപ്പനെ പേടോം മരങ്ങൾക്കും, പിന്നെ തൻ്റെ പ്രിയ പ്രേമി തൻ്റെ പ്രിയപ്പെട്ട കാമുകനും കേലിയെ വേണ്ടി മധുർസ്വർ സുനാത്ത ഹേ. അപ്പോൾ മധുരമായ സ്വരം കേൾപ്പിക്കുന്നു. അപ്പോൾ അവിടെ അരുവി ആ വിജനമായ കാട്ടിലെ പ്രകൃതിക്കും കല്ലുകൾക്കും മരങ്ങൾക്കും പിന്നെ തൻ്റെ പ്രിയപ്പെട്ട കാമുകനും കേൾക്കാൻ വേണ്ടിയിട്ടാണ് മധുരസ്വരം കേൾപ്പിക്കുന്നത് എന്നാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി അടുത്ത പേജിൽ 10th പേജിൽ അവിടെയും 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രേമിക്കോ അവിദിത് കഹ്നെ കാ കാരൺ ക്യാ ഹേ. അപ്പോൾ പ്രേമി അതായത് ഈ കവിതയുടെ പ്രിയതമൻ, ആ സ്നേഹിതൻ അല്ലെങ്കിൽ ആ പ്രേമിയെ എന്താണ് അവിദിത് എന്ന് വെച്ചാൽ അറിയപ്പെടാത്ത, അജ്ഞാതൻ എന്ന്. അറിയപ്പെടാത്തത് എന്ന പ്രേമി ആരാണെന്ന് അറിയപ്പെടാത്തത് എന്ന് കഹ്നേക്ക പറയുന്നതിൻ്റെ കാരൺ ക്യാ ഹെ, കാരണം എന്താണ്? അപ്പോൾ ആ പ്രേമി അതായത് തൻ്റെ സ്നേഹിതനെ അറിയപ്പെടാത്ത നിന്റെ സ്നേഹിതനെ എന്ന് കവി അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കവി അറിയപ്പെടാത്തതാണ് ആ പ്രേമി അറിയപ്പെടാത്തത് എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കാം കവി അങ്ങനെ പറഞ്ഞത് നമുക്ക് നോക്കാം. ചർന കഹാം ബഹ് രഹാ ഹേ യാ കിസ്സേ മിൽനെ ജാ രഹാ ഹേ യഹ് കോയി നഹീൻ ജാൻത. അതായത് ചർന അരുവി കഹാം ബഹ് രഹാ ഹേ അതായത് എങ്ങോട്ടാണ് ഒഴുകുന്നതെന്നോ, യാ അല്ലെങ്കിൽ കിസ്സേ മിൽനെ ജാ രഹേ ഹേ കിസ്സേ ആരെ കാണാനാണ് ജാ രഹാ ഹേ പോകുന്നതെന്നോ, യഹ് കോയി നഹീൻ ജാൻത അത് ആർക്കും അറിയില്ല. അപ്പോൾ ഈ നദി എങ്ങോട്ടാണ് ഒഴുകുന്നതെന്നോ ആരെ കാണാനാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഏസാ ലഗ്താ ഹേ കി ഉസ്കി മൻസിൽ തൈ നഹീ ഹേ.
അപ്പോൾ ഇതുപോലെ എന്തുവാണ് അവൻ്റെ ലക്ഷ്യം എങ്ങോട്ടാണെന്ന് അതിനെ അറിയത്തില്ല. അപ്പോൾ അത് നമുക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ്, അതിൻ്റെ ലക്ഷ്യസ്ഥാനം എങ്ങോട്ടാണെന്ന് അറിയാത്തത് കൊണ്ടാണ്, ഇസ്ലിയെ അതുകൊണ്ടാണ് കവി പ്രേമിക്കോ അവിദിത് കഹത്തെ ഹെ. അപ്പോൾ അതായത് കൃത്യമായ അതിൻ്റെ ലക്ഷ്യം എങ്ങോട്ടാണെന്ന് ആർക്കും അറിയില്ല, ലക്ഷ്യം നിശ്ചയമില്ലാത്തതുപോലെ തോന്നുന്നതിനാലാണ് കവി എന്താ പറയുന്നത്, അവിദിത് എന്നവിടെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും അവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുന്നുണ്ട്. ടോക്കർ ഖാക്കർ ഭി നിർച്ചർ അപ്പനി ഗതി പകടാ ഹേ എന്ന് വെച്ചാൽ ടോക്കർ ഖാക്കർ എന്ന് വെച്ചാൽ തടസ്സങ്ങൾ നേരിട്ടിട്ട്, നമ്മൾ പറഞ്ഞു നദി ഇങ്ങനെ ഒഴുകി വരുവാണ്, പക്ഷേ കല്ലുകളിലൊക്കെ തട്ടി അപ്പോൾ കല്ലുകൾ അവിടെ തടസ്സമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തടസ്സങ്ങൾ വന്നാലും എന്നിട്ട് പോലും നിർച്ചർ അപ്പനി, ആ അരുവി എന്ന് പറഞ്ഞാൽ അപ്പനി തൻ്റെ ഗതി അതായത് തൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ തൻ്റെ ആ വഴി, തൻ്റെ ആ പോക്ക് പകട്ടാഹേ എന്ന് വെച്ചാൽ അവിടെ വീണ്ടെടുക്കുന്നു. അതായത് തടസ്സങ്ങൾ നേരിട്ടിട്ട് അരുവി എന്താണ് അതിൻ്റെ വേഗത വീണ്ടെടുക്കുന്നുണ്ട്. യഹാം ഇവിടെ നിർച്ചർക്കി കോൺസി ക്ഷമത പ്രകട ഹോത്തി ഹേ, ഇവിടെ ആ അരുവിയുടെ എന്ത് ഗുണം അല്ലെങ്കിൽ ഏത് ഗുണമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? അപ്പോൾ എന്താ പറയാം, ഇതിൽ നിന്നും എന്താണ് ജീവൻമേം ആനേവാലി രുക്കാവടവും അവർ കഠിനായിയോം സേ, അതായത് ജീവിതത്തിൽ ആനേവാലി വരുന്ന രുക്കാവടവും തടസ്സങ്ങളും അവർ കഠിനായിയും തടസ്സങ്ങളിലും എന്താണ് കഠിനായിയും എന്ന് വെച്ചാൽ പ്രതിസന്ധികളിലും ഹാരേ ബിന എന്ന് വെച്ചാൽ തളരാതെ ദൃഢം സങ്കല്പ് എന്ന് വെച്ചാൽ ദൃഢനിശ്ചയത്തോടും അവർ സാഹസത്തോടെയും എന്താണ് ആകെ ബഡ്നേക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ക്ഷമ, അതായത് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ദീർഘക്ഷമയും, പിന്നെ അവർ അചഞ്ചലമായ എന്ന് വെച്ചാൽ മനസ്സ് ചഞ്ചലിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സും പ്രകട ഹോത്താഹെ, അതാണ് ഇവിടെ നിന്ന് പ്രകടമാകുന്നത് എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ, ഇനി അവിടെ ആ പേജിൽ തന്നെ ആ കവിതയുടെ ഒരു ജസ്റ്റ് സമ്മറി പോലെ ഏക് ചലക്ക് എന്ന് പറഞ്ഞൊരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതിന് ഇൻ കേസ് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ഇനി എങ്ങനെയാണ് അത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതിൻ്റെ അർത്ഥം ഒന്ന് വായിച്ച് പറഞ്ഞുതരാം. ഇവിടെ സമ്മറി പറയുവാണ്. പ്രേം അവർ വിരഹ കാ മാർമിക ചിത്രം ഛായാവാദി കവിത കാ സൗന്ദര്യ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഛായാവാദി കവിതയെ കുറിച്ച് അറിയണം, അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഛായാവാദി കവിത എന്ന് പറഞ്ഞാൽ, പ്രേം അവർ വിരഹ കാ മാർമിക ചിത്രം, അതായത് സ്നേഹത്തിന്റെയും വിരഹത്തിന്റെയും എന്താണ് ആകർഷകമായ ചിത്രീകരണമാണ് ഈ ഛായാവാദി കവിതകളുടെ ഭംഗി എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഛായാവാദി കവിതയെക്കുറിച്ചൊരു എഴുതാൻ പറഞ്ഞ് നമുക്ക് ഈ വരി ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഛായാവാദമേയും വിരഹ പ്രേം കി കസൗട്ടി ഹെ എന്ന് വെച്ചാൽ ഈ ഛായാവാദത്തിൽ വിരഹം എന്ന് പറയുന്നത് പ്രേം കി കസൗട്ടി ഹെ എന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ ഒരു അളവുകോലാണ്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ അളവ് കാണിക്കുന്ന അല്ലെങ്കിൽ മാറ്റുരയ്ക്കുന്ന ഒരു അളവുകോലാണ് ഈ ഛായാവാദം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി अंदर मन की अनुभूतियों को प्रकृति के माध्यम से रंग देकर ഛായാവാദി കവി ചിത്രാത്മക വർണ്ണൻ കർത്തേ ഹെ എന്ന് വെച്ചാൽ അന്തർമൻ, അതായത് മനസ്സിന്റെ ഉള്ളില് അന്തരംഗത്തിലുള്ള അനുഭവങ്ങൾക്ക് പ്രകൃതിക്ക് മാധ്യമസേ പ്രകൃതി എന്ന മാധ്യമത്തിലൂടെ രംഗ് ദേക്കർ നിറം നൽകിക്കൊണ്ട് ഛായാവാദി കവി. അപ്പൊ ഛായാവാദി കവികള് ചിത്രാത്മക വർണ്ണൻ കർത്തേ ചിത്രരൂപത്തിൽ വിവരിക്കുകയാണ് ഛായാവാദി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ചാപ്റ്റർ പഠിക്കുന്നതിന്റെ ഉദ്ദേശം, അപ്പോൾ ഈ ഛായാവാദി കവിത എന്ന അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, പ്രകൃതിക്ക് ഹർ കണുമേയും ഛായാവാദി കവി പ്രേം കോ ഢൂണ്ഡ്തേ ഹെ. അപ്പോൾ പ്രകൃതിയുടെ ഹർ കണുമേയും എന്ന് വെച്ചാൽ ഓരോ കണികയിലും ഛായാവാദി കവി എന്താണ് കവികള് പ്രേം കോട്ടുണ്ട്, അതായത് പ്രകൃതിയുടെ ഓരോ കുഞ്ഞു കണികകളിലും ഈ ഛായാവാദി കവികൾ സ്നേഹം തിരയുന്നുണ്ട് എന്ന്. ഓക്കെ, അപ്പൊ പ്രകൃതിയിലെ നമ്മൾ എന്ന് വെച്ചാൽ ഛായാവാദി കവികൾ പ്രകൃതിയിലെ ഒരു കുഞ്ഞു കണങ്ങളിൽ ഒരു പോയിന്റിൽ പോലും സ്നേഹം കണ്ടെത്തുന്നു എന്നാണ്. പിന്നെ യഹാം നിർച്ചർ കെ മാധ്യം സേ പ്രേം കെ രഹസ്യ കോ ഖോൽനെ കാ പ്രയാസ് കവി കർത്തേ ഹെ. അപ്പൊ എന്താണ് യഹാം ഇവിടെ നിർച്ചർ കെ മാധ്യം സേ, അതായത് അരുവി എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തിലൂടെ പ്രേം കെ രഹസ്യം പ്രേമത്തിന്റെ രഹസ്യം ഖോൽനേക തുറന്നു കാട്ടുന്നതിനുള്ള
തുറന്നു കാട്ടുന്നതിനാണ് പ്രയാസ് കവി കർത്തേ, തുറന്നു കാട്ടാനാണ് എന്താ കവി ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറിയാണ്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതിൻ്റെ ആസ്വാദന ടിപ്പണിയോ വേറെ എവിടെ എഴുതുമ്പോഴെങ്കിലും എഴുതാൻ നല്ല അർത്ഥവത്തായിട്ട് സെൻറ്റൻസുകളാണിത്. പിന്നെ ഛായാവാദി കവിതയെക്കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാലും ഇത് എഴുതി വെക്കാം. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അടുത്ത പേജിൽ നമുക്ക് കവിയെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അവിടെ പ്രൊഫൈൽ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് രാംകുമാർ വർമ്മ എന്നാണ് കവിയുടെ പേര്. അപ്പം നമ്മൾ കവിത ഏതെന്ന് കവിയുടെ പേര് പഠിച്ചിരിക്കണം. ഓക്കെ, ചിലപ്പോൾ നമുക്ക് കവിതയുടെ വരി തന്നിട്ട് ചോദിക്കും ഇത് ഏത് കവിതയിലെ ആണെന്ന്. അപ്പോൾ ഏത് കവിതയുടെ പേര് എഴുതേണ്ടി വരും. ചിലപ്പോൾ ഇതിന്റെ ഓദർ ആരാണ്, ഇത് ആരെഴുതിയതാണെന്ന് ചോദിക്കും ഒരു മാർക്കിനൊക്കെ. അപ്പോൾ നിങ്ങൾ അതും പഠിച്ചു വെക്കണം. രാംകുമാർ വർമ്മയാണ്. ഓക്കെ, ഇനി അവിടെ പ്രൊഫൈൽ എഴുതാൻ ചോദിക്കുവാണെങ്കിൽ ഉപകാരപ്പെടുന്ന സാധനങ്ങളാണിത്. അപ്പോൾ അത് നമ്മൾ എന്താ ഹിന്ദിയിൽ ഇംഗ്ലീഷിലൊക്കെ പഠിച്ച പോലെ ഹിന്ദിയിലും ഉണ്ട്. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ മുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കവിയെ പരിചയപ്പെടാം. എന്താ ജന്മ തന്നിട്ടുണ്ട് 1905 ജന്മസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? സാഗർ, മധ്യപ്രദേശിലെ സാഗറിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പേര് തന്നിട്ടുണ്ട്. എന്താ? അഞ്ജലി, ഹിമഹാസ്, നിഷീദ്. പിന്നെ കാര്യക്ഷേത്രം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എവിടെയാണ് എന്ന് വെച്ചാൽ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താ? കവിത, ഏകാംഗി, ആലോചന. കവിത അറിയാം. പിന്നെ ഏകാംഗി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒരു രംഗം മാത്രമുള്ള ഏകാംഗി, ഒറ്റ രംഗ നാടകം എന്ന് പറയും, അതാണ്. ഓക്കെ, പിന്നെ ആലോചന എന്ന് വെച്ചാൽ എന്താണ്? വിമർശിക്കുക അല്ലെങ്കിൽ നിരൂപണം, അതിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി മേഖലകൾ. ഓക്കെ, ഇനി അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് അടുത്ത് പറയുന്നത്. പത്മഭൂഷണും ദേവ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് അദ്ദേഹം മരിച്ചു, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. മൃത്യു ഹുയി എന്ന് പറയുമ്പോൾ അപ്പൊ എത്രയാണ്? 1990 മരിച്ചുപോയി. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് അത് നിങ്ങൾ പ്രൊഫൈൽ എഴുതാൻ വന്നാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അത് എങ്ങനെ എഴുതേണ്ടത്. കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സെന്റൻസിലോട്ട് ആക്കിയാൽ മതി. ഇനി അടുത്താണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ. ഇനി പഠന പ്രവർത്തനങ്ങൾ അങ്ങോട്ട് വരുവാണ്. അതിലെന്താണ് ഒന്നാമത്തെ പ്രവർത്തനം? നമൂനയ്ക്ക് അനുസാർ കവിതാമേ ആയേ വിശേഷണ വിശേഷ്യ പദ സമൂഹ ചുൻകർ ലിഖേ ജൈസെ നിർജൻ വൻ. അപ്പൊ എന്ന് വെച്ചാൽ നമൂനയ്ക്ക് അനുസാർ, അപ്പൊ അവിടെ ഒരു ഉദാഹരണം താഴെ തന്നിരിക്കുന്നതിനനുസരിച്ച് കവിതാമേ ആയ കവിതയിൽ വന്നിട്ടുള്ള വിശേഷ്യ പദസമൂഹം, അതായത് വിശേഷണവും അതായത് വിശേഷിപ്പിക്കുന്ന എന്ന് വെച്ചാൽ നാമവിശേഷണങ്ങൾ എന്ന് പറയും. നാമവിശേഷണങ്ങളും വാക്കുകളും വാക്കുകളും തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ജൈസ എന്ന് പറഞ്ഞിട്ട് ഏതാണ് ഉദാഹരണം? നിർജൻവൻ. അപ്പോൾ നിർജൻവൻ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നാമം ഏതാണ്? നാമം എന്ന് വെച്ചാൽ പേര്. അപ്പൊ വനം, കാട് ഒരു പേരാണ് അല്ലെ. അപ്പൊ അതിനെ വിശേഷിപ്പിക്കുന്ന വിശേഷണം എന്ന് പറയുന്നത്. ഓക്കെ, വിശേഷൻ, അതായത് ആ കാടിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? നിർജൻവൻ. ഓക്കെ, നിർജൻ അല്ലെങ്കിൽ വിജനമായ കാട്. അപ്പൊ അവിടെ നാമം എന്ന് പറയുന്നത് കാടും, എന്താണ് വിശേഷണം എന്ന് പറയുന്നത് വിജനമായ. അപ്പൊ നിർജൻ വിശേഷണവും, നാമം എന്താണ്? വിശേഷ്യ വൻ. ഓക്കെ, അപ്പൊ ഇതേപോലെ അപ്പൊ നമ്മള് ചുവന്ന റോസ എന്നൊക്കെ പറഞ്ഞ റോസാപ്പൂവിനെ വിശേഷിപ്പിക്കുന്നതാണ്, ചുവപ്പ് കളറാണെന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഈ കവിതയിൽ കണ്ട വാക്കുകൾ പദസമൂഹം എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് വേറെ ഏതൊക്കെ എഴുതാം? കുറച്ച് ഉദാഹരണം നമ്മൾ പഠിച്ചു. നിർമ്മൽ നെർച്ചർ എഴുതാം അല്ലെ. നിർമ്മൽ നെർച്ചർ, നാമം എന്ന് വെച്ചാൽ നെർച്ചർ അല്ലെ. അപ്പൊ നിർമ്മലമായ അല്ലെങ്കിൽ തെളിഞ്ഞ അരുവി കണ്ടോ. അപ്പൊ അരുവിയെ തെളിഞ്ഞത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഏതാണ്? വിശേഷണ് നിർമ്മല്, എന്താ വിശേഷി എന്ന് വെച്ചാൽ നെർച്ചർ. അപ്പൊ അരുവിയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി വേറെന്താ എഴുതാം? സുമധുർ സ്വർ അല്ലെ, മനോഹരമായ ശബ്ദം അല്ലെങ്കിൽ മനോഹരമായ സ്വരം. അപ്പോൾ അത് സ്വരത്തിന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സുമധുർ എന്ന് പറഞ്ഞു. ഓക്കെ, അത് എഴുതാം. പിന്നെ എന്ത് ഉണ്ടായിരുന്നു കവിതയിൽ പഠിച്ചപ്പോൾ? ലഘുപാഷാണ് എന്ന് വെച്ചാൽ കല്ലിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ചെറിയ കല്ലുകൾ, അപ്പൊ ചെറുത്, അപ്പൊ ലഘുപാഷാണ്. ഓക്കെ, അടുത്തെന്താ പറയാം? വിരഹി നിർച്ചർ ഉണ്ടായിരുന്നു. വിരഹി നിർച്ചർ എഴുതാം അല്ലെ. കവിതയിൽ കണ്ടിട്ടുണ്ടോ? അവിടെ നോക്കിയേ. അപ്പൊ ഈ ഭാഗത്ത് കിടപ്പുണ്ട് വിരഹി നിർച്ചർ എന്ന് പറയുമ്പോ നിർച്ചർ അരുവി, വിരഹി എന്ന് വെച്ചാൽ വിരഹിയായ. ഓക്കെ, വിരഹിയായ അരുവി. അപ്പൊ അതൊരു അരുവിയെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസറായി. ഇനി ഇതുപോലെ നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയും വരി തന്നിട്ട് ഇതിൽ നിന്ന് വിശേഷണ ശബ്ദം എടുത്തെഴുതാൻ പറഞ്ഞാൽ നമുക്കിത് എടുത്തെഴുതിക്കോണം. ഈ ഒരു മോഡലാണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സഹി മിലാൻ കർക്കെ വാക്യ ബിനായേം. ഓക്കെ, അപ്പൊ അവിടെ ഒരു ടേബിളിനകത്ത് തന്നിട്ടുണ്ട്. ശരിയായിട്ട് യോജിപ്പിച്ച് വാക്യം തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സെന്റൻസ് നമ്മൾ നോക്കാം. ഒന്നാമത്തെ എന്താണ്? കോയി സുനാനെ വാല നഹി എന്ന് വെച്ചാൽ എന്താണ്? കോയി സുനാനെ വാല നഹി എന്ന് വെച്ചാൽ കേൾക്കാം. അപ്പോൾ നമുക്ക് നടുക്കുള്ള ആ വാക്കിനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആ ടേബിളിൽ അവസാനം എന്തിരിക്കുക? ഫിർഫി നെർച്ചർ, എന്നിട്ടും അരുവി എന്നാണ്. അപ്പോൾ
ഇങ്ങനെ ഒരു കാര്യമുണ്ട് എങ്കിലും അരുവി ഇങ്ങനെ ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, കോയി സുനാനെ വാല നഹി, കേൾക്കാൻ ആരും തന്നെ ഇല്ല. അപ്പോ ഫിർഫി നിർച്ചർ, എന്നിട്ടും അരുവി എന്ത് ചെയ്യുന്നു? അപ്പൊ കേൾക്കാൻ ആരും ഇല്ലെങ്കിലും അരുവി എന്ത് ചെയ്യും? അതാണ് അപ്പുറത്തെ അടുത്ത ടേബിളിൽ നിന്ന് കണ്ടെത്തേണ്ടത്. എന്തെഴുതാം നമുക്ക്? കേൾക്കാൻ ആരും, ആദ്യത്തെ എന്താ? പത് രജുക്കാണ് ധോനെ ചൽത്താഹെ. അപ്പൊ കേൾക്കാൻ ആരും ഇല്ലെങ്കിലും നദി അല്ലെങ്കിൽ അരുവി എന്താ കാലിലെ പൊടിയൊക്കെ തുടച്ച് കളയുന്നുണ്ടെന്ന് പറയോ? അത് അവിടെ ഒരു മിസ്മാച്ച്. അപ്പൊ അതല്ല. രണ്ടാമത്തെ എന്താണ്? സുമധുർ സ്വർ സുനാത്താഹെ, അത് ശരിയല്ലേ? അപ്പൊ കേൾക്കാൻ ആരും ഇല്ലെങ്കിലും അരുവി എങ്കിലും അരുവി സുമധുർ സ്വർ സുനാത്താഹെ, എന്താണ്? സുന്ദരമായ അല്ലെങ്കിൽ മനോഹരമായ സ്വരം കേൾപ്പിക്കുന്നു. അപ്പൊ അതല്ലേ ഒരു കറക്റ്റ് മാച്ച് വന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെന്റൻസ് ആയിട്ട് എഴുതുക. കോയി സുന്നേവാല നഹി ഫിർഫി നിർച്ചർ സുമധുർ സ്വർ സുനാത്താഹെ, എന്ന് വെച്ചാൽ കേൾക്കാൻ ആരും ഇല്ലെങ്കിൽ അരുവി മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഓക്കെ, ഇനി അടുത്തെന്താണ്? രണ്ടാമത്തെ സെന്റൻസ് നോക്കി, ഫസ്റ്റത്തെ ടേബിളിൽ രണ്ടാമത്തെ. കോയി ഊഞ്ചാസ്ഥാൻ ത്യാഗ്ന നഹി ചാഹത്ത, എന്ന് വെച്ചാൽ കോയി ആരും, ഊഞ്ചാസ്ഥാൻ ഉയർന്ന സ്ഥാനം, ത്യാഗ്ന ത്യജിക്കാൻ, നഹീൻ ചാഹത്ത ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നത്. അപ്പൊ ആരും ഉയർന്ന സ്ഥാനം, ഉന്നത പദവികളെ വേണ്ടെന്നൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുവോ? ഇല്ല. ഫിർഫി നിർച്ചർ, എങ്കിലും അരുവി എന്ത് ചെയ്യുന്നു? എങ്കിലും എന്നിട്ടും അരുവി എന്ത് ചെയ്യുന്നു എന്നാണ്. അപ്പൊ അരുവി എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ച ഉയർന്ന സ്ഥാനം വിട്ട് അത് താഴേക്ക് പതിക്കുന്നു. അപ്പൊ നമുക്ക് അത് എവിടെയാ കിടക്കുന്നത്? ഒന്നാമത്തെ അല്ല, രണ്ടാമത്തെ ഓൾറെഡി ആയി. മൂന്നാമത്തെ നോക്കി, ആകെ ബഡ്താഹെ, അപ്പൊ മുന്നോട്ട് പോകുന്നു, അങ്ങനെ എന്നാണോ പറയുന്നത്? അല്ല, താഴെ വന്ന് പതിക്കുന്നു എന്നാണ്. അപ്പൊ ഇതാണ് അടുത്തത്. അധപതൻ കർത്താഹെ, അതാണ് അവിടെ ശരിയായിട്ടുള്ളത്. അപ്പൊ എന്താണ്? അധപതൻ കർത്താഹെ എന്ന് വെച്ചാൽ അരുവി അധപ്പതിക്കുക, എന്ന് വെച്ചാൽ താഴോട്ട് ഒഴുകുന്നു എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പൊ എങ്ങനെ സെന്റൻസ് എഴുതാം? കോയി ഊഞ്ചാസ്ഥാൻ ത്യാഗ്ന നഹീൻ ചാഹത്ത ഫിർ ഭി നിർച്ചർ അധപതൻ കർത്താഹെ. അപ്പോൾ ആരും ഉയർന്ന സ്ഥാനം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും അരുവി താഴേക്ക് ഒഴുകുന്നു എന്നാണ്. ഓക്കെ, ഇനി അടുത്തത്. അടുത്തെന്താണ്? പ്രേമി അവിദിത് ഹേ. പ്രേമി അവിദിത് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേമി എന്ന് വെച്ചാൽ കാമുകൻ. കാമുകൻ അവിദിത് ഹേ. കാമുകൻ ആരെന്ന് അവിദിത് ഹേ അറിയില്ല, വ്യക്തമല്ല. കാമുകൻ ആരെന്ന് വ്യക്തമല്ല, എങ്കിലും അരുവി. അപ്പൊ എന്താണ്? ഫിർ ഭി നിർച്ചർ, എങ്കിലും അരുവി എന്താണ്? കാമുകൻ ആരാണെന്ന് അറിയില്ല, എങ്കിലും നമ്മൾ എങ്ങനെയാ പഠിച്ച? കവിതയിൽ പഠിച്ചു. കാലിലെ പൊടി, ആ കാമുകന്റെ കാലിലെ പൊടി തുടച്ചു കളയാൻ വേണ്ടിയിട്ട് ഒഴുകുന്നു അല്ലെങ്കിൽ പോകുന്നു എന്നുള്ളത്. അപ്പൊ അവിടെ ഏത് വരും? ഫസ്റ്റത്തെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോ എങ്ങനെ എഴുതാം സെന്റൻസ്? പ്രേമി അവിദിത് ഹേ ഫിർ ഭി നിർച്ചർ പത് രജുക്കാണ് ധോനെ ചൽത്താഹെ, എന്ന് വെച്ചാൽ കാമുകൻ ആരെന്ന് വ്യക്തമല്ല, എങ്കിലും അരുവി എന്താ? പാദധൂളികൾ, എന്ന് വെച്ചാൽ കാലിലെ പൊടികള് കഴുകാൻ ഒഴുകുന്നു എന്നെഴുതാം. ഓക്കെ, അപ്പൊ അതായി സെന്റൻസ്. ഇനി അടുത്ത നാലാമത്തത് എന്താ? ബാക്കി അല്ലാതെ ഒന്ന് കിടക്കുന്നത് നമുക്ക് എഴുതാം, എന്നാലും പറയാം, വായിച്ചു പറഞ്ഞുതരാം. ലഘു പാഷാണോം സേ ടോക്കർ ഖാത്താഹേ. അപ്പൊ എന്താണ്? ലഘു പാഷാണോം സേ എന്ന് വെച്ചാൽ കുഞ്ഞു ചെറിയ കല്ലുകളിൽ തട്ടി എന്താ? ടോക്കർ ഹാത്താഹെ എന്ന് വെച്ചാൽ തടസ്സപ്പെടുന്നുണ്ട്. ഫിർ ഭി നിർച്ചർ, എന്നിട്ടും അരുവി എന്ത് ചെയ്യുന്നു? അതായത് ചെറിയ കല്ലുകളിൽ തട്ടി അരുവിക്ക് തടസ്സങ്ങൾ ഉണ്ടാവുന്നു, എങ്കിലും അരുവി എന്ത് ചെയ്യുന്നു? അരുവി അവിടെ നിന്ന് പോകുന്നുണ്ടോ? ഇല്ല. ആകെ ബഡ്താഹെ, അപ്പൊ എന്താ പറയാം? മുന്നോട്ട് ഒഴുകുന്നു എന്ന് പറയാം. അപ്പോ സെന്റൻസ് എങ്ങനെ എഴുതും? ലഘു ഭാഷാണോം സേ ടോക്കർ ഖാത്താഹെ ഫിർ ഭി നിർച്ചർ ആകെ ബഡ്താഹെ എന്ന് സെന്റൻസ് എടുത്തെഴുതുക. ഓക്കെ, അതായത് ചെറിയ കല്ലുകൾ തട്ടി തടസ്സപ്പെടുന്നുണ്ടെങ്കിലും അരുവി മുന്നോട്ട് ഒഴുകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രേം കി ഖോജ് മേ ജാനെ വാലി നിർച്ചർ സേ കവി ക്യാ ക്യാ പ്രശ്ന പൂച്ഛത്തെ ഹേ. അപ്പോ പ്രേം കി ഖോജ് മേ, അതായത് കാമുകനെ അന്വേഷിച്ച് പോകുന്ന, ജാനേവാലി പോകുന്ന നിർച്ചർ സേ, നിർച്ചറിനോട്, ആ അരുവിയോട് കവി ക്യാ ക്യാ പ്രശ്ന, എന്തൊക്കെ ചോദ്യങ്ങളാണ് പൂച്ഛത്തെ ഹേ ചോദിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളാണ് കവി ആ അരുവിയോട് ചോദിക്കുന്നത്, അത് നമുക്ക് ആ കവിതയിൽ നിന്ന് കിട്ടും. ഓക്കെ, കവിതാസെ ചുൻകറിലേക്ക്. അപ്പൊ കവിതയിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പൊ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, ജൈസെ എന്ന് പറഞ്ഞ്. കിസേ സുനാത്തെ സുമധുർ സ്വർ, എന്താണ്? അപ്പൊ എന്താണ്? ആരെ കേൾപ്പിക്കാനാണ് ഈ മനോഹരമായ ഗാനം? നീ ആരെ കേൾപ്പിക്കാനാണ് എന്ന് കവി ചോദിക്കുന്നു അല്ലെ? അതുപോലെ കവി, നമ്മൾ ആ കവിതയിൽ നിന്ന് വായിച്ചപ്പോൾ കവി അരുവിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഏത് എടുത്തെഴുതാം? പിന്നെ വേറെ കവിതയിൽ നിന്ന് വേറെ ഏതൊക്കെ കിട്ടും? ഇങ്ങനെ ചോദിച്ചില്ലേ,
ക്യോം കർത്തേ ഹോ അധപതൻ, എന്താണ് നീ എന്തിനാണ് താഴേക്ക് പതിക്കുന്നത് എന്ന് കവി ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് എഴുതാം. പിന്നെ എന്തെഴുതാം? കോൺ തുമാരാ വഹ് പ്രേമി ഹേ ജിസേ ഖോജ്തേ ഹോ വൻ വൻ എന്ന് പറയാം അല്ലെ. കോൺ തുമാരാ വഹ് പ്രേമി ഹേ, അപ്പൊ ഈ ആരാ നിന്റെ ആ കാമുകൻ, ജിസേ ഖോജ്തേ ഹോ വൻ വൻ, അതായത് കാടുകൾ തോറും നീ തിരഞ്ഞു നടക്കുന്ന ആ നിന്റെ കാമുകൻ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെന്ത് ചോദിക്കുന്നുണ്ട്? ക്യാ ധോനേക്കോ ചലേ സ്വയം അവിദിത് പ്രേമിക്കേ പതിരജുക്കാണ്. അപ്പോൾ എന്താ ക്യാ ധോനേക്കോ ചലേ സ്വയം എന്ന് വെച്ചാൽ നീ ആരെ കഴുകിക്കാനാണ്, അതായത് അറിയപ്പെടാത്ത ആ കാമുകന്റെ കാലിലെ പൊടികള് മാച്ചു കളയാനാണോ നീ എന്താ പോകുന്നത് എന്ന് കവി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതാം. പിന്നെ എന്തെഴുതാം? കോൺ തുമേം പത് ബദലാത്താ ഹേ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരാണ് വഴി കാണിച്ചു തരുന്നത് എന്നൊക്കെ ചോദിക്കുന്നില്ലേ. അപ്പോൾ അത് കവി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആൻസർ എഴുതാം. അപ്പോൾ ഇത്തരത്തിൽ ആൻസർ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കവിതാക്കി ആസ്വാദൻ ടിപ്പണി തയ്യാർ കരയും. ഓക്കെ, അപ്പോൾ ഇത് ആ കവിതയുടെ മൊത്തത്തിലുള്ള ആസ്വാദൻ ടിപ്പണി എഴുതാനാണ് ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ കുറച്ച് നാല് വരിയോ അല്ലെങ്കിൽ 2 വരി തന്നിട്ട് പറയും ഇതിന്റെ ആസ്വാദന ടിപ്പണി അല്ലെങ്കിൽ ഇതിന്റെ ആശയം എഴുതാനും പറയും. അപ്പൊ നിങ്ങൾ ഈ കവിതയുടെ മൊത്തം ആസ്വാദന ടിപ്പണി ഞാൻ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ വരികളുടെ അർത്ഥം വെച്ച് മനസ്സിലാക്കി എവിടെയാണോ ചോദിക്കുന്നത് ആ പോർഷൻ അങ്ങ് എടുത്ത് എഴുതണം. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിക്കേ, ജാൻജയും ആസ്വാദന ടിപ്പണിയും. അപ്പൊ എന്തൊക്കെ ഒരു ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ, ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒന്നാമത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ ഫസ്റ്റ് വേണ്ടുന്ന കാര്യമാണ് കവി കാ പരിചയ ഹേ, കവിയെ നമ്മൾ പരിചയപ്പെടുത്തണം. ഓക്കെ, കവി ഇതേത് കവിതയാണ്, ആരെഴുതി എന്ന് പരിചയപ്പെടുത്തണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി അടുത്ത് രണ്ടാമത് എന്താ? ആശയക്ക് അഭിവ്യക്തി ഹേ എന്ന് വെച്ചാൽ എന്താണ്? അടുത്ത എന്താണ്? ആശയം എന്താണ്, ആ കവിതയുടെ ആശയം എന്താണെന്ന് വ്യക്തമായിട്ട് പറയണം. പിന്നെന്താണ്? കവിതാക്ക് വിശേഷതായഹേ, എന്നിട്ട് കവിതയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അതിനകത്തുള്ള സവിശേഷതകൾ എഴുതണം. പിന്നെ അപ്പനാ ദൃഷ്ടികോണമേ, അവസാനം നമ്മുടെ ദൃഷ്ടികോണം, അതായത് നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ അഭിപ്രായം എന്താണെന്ന് അവസാനിപ്പിച്ച് പറഞ്ഞു വേണം അവസാനിപ്പിക്കാൻ. ഓക്കെ, ഇതാണ് ഒരു ആസ്വാദന ടിപ്പണി എഴുതുമ്പോഴുള്ള ഫോമാറ്റ്. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്ത് വേണം നിങ്ങൾ ആസ്വാദന ടിപ്പണി എഴുതാൻ. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഈ കവിതയുടെ എന്താണ് ആസ്വാദന ടിപ്പണി എഴുതാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആസ്വാദന ടിപ്പണി എന്ന് പറഞ്ഞ് നമ്മുടെ കവിതയുടെ പേര് സെന്ററിൽ എഴുതണം. അപ്പോൾ നമ്മുടെ ഈ കവിത ഏതാണ്? നിർച്ചർ എന്ന് എഴുതുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആ ഫസ്റ്റ് എന്താണ്? കവിയെയാണ് പരിചയപ്പെടുത്തേണ്ടത്. അപ്പോൾ കവിയെ എങ്ങനെ പരിചയപ്പെടുത്താം? നമുക്ക് ഒന്നിൽ ഹിന്ദിക്ക് സുപ്രസിദ്ധ കവി എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ച രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ നേരെ തിരിച്ചിങ്ങനെ എഴുതാം. നിർച്ചർ ഹിന്ദിക്ക് സുപ്രസിദ്ധ ഛായാവാദി കവി ഡോക്ടർ രാംകുമാർ വർമ്മ ദ്വാര രചിത് ഏക അത്യന്ത സുന്ദർ കവിത ഹേ എന്ന് പറയാം. അപ്പോൾ നിർച്ചർ അരുവി എന്ന് പറയുന്നത് ഹിന്ദിയിലെ സുപ്രസിദ്ധ ഛായാവാദി കവി, സുപ്രസിദ്ധനായ ഛായാവാദി കവി ഡോക്ടർ രാംകുമാർ വർമ്മ രചിച്ച അത്യന്തം സുന്ദരമായ ഒരു കവിതയാണ് എന്നെഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കവിയെ പരിചയപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ടേം കഴിഞ്ഞു അല്ലേ? അപ്പോൾ കവി പരിചയം. ഇനി വേണമെങ്കിൽ കവിയെക്കുറിച്ച് കൂടുതൽ എഴുതാം. ഛായാവാദി കവി, അദ്ദേഹം പ്രകൃതിയുടെ കവിതകളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എഴുതാം. അല്ല, നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു സെന്റൻസിൽ അങ്ങ് നിർത്തിയാൽ മതി, കവിയെ പരിചയപ്പെടുത്തി. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ആശയം എഴുതണം. ഓക്കെ, അപ്പോൾ ഈ കവിതയുടെ ആശയത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ എഴുതണം. അപ്പോൾ എന്താ പറയാം? ഇസ് കവിതാമേം, ഈ കവിതയിൽ കവി निर्जर को एक विरही के रूप में चित्रित किया है जो अपने प्रिय प्रेमी की खोज में निरंतर बहता रहता है. അപ്പോൾ ഈ കവിതയിൽ നിർജറിനെ, ഈ അരുവിയെ കവി ഒരു വിരഹി എന്നുള്ള രൂപത്തിലാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതെന്താണ്? അപ്പനെ പ്രിയ പ്രേമിക്ക്, അതായത് തൻ്റെ പ്രിയതമൻ്റെ ഖോജ്മേയും നിരന്തർ ബഹുത്ത, അപ്പോൾ തൻ്റെ പ്രിയതമനെ കണ്ടെത്തുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയായിട്ടാണ് ഇവിടെ വിരഹിയായിട്ടുള്ള ഒരു അരുവി, വിരഹിയായിട്ടുള്ള ഒരു അരുവിയാണ് കവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി എന്തെഴുതാം? ऊंचे पत्थरों और रुकावटों से टकराने के बावजूद वह रुकता नहीं है बल्कि
पूरे उत्साह के साथ आगे बढ़ता है എന്ന് വെച്ചാൽ ഊഞ്ചെ പത്രോം കെ റുക്കാവട്ടോം സേ, അതായത് ഉയരത്തിൽ നിന്ന് ആ ഉയർന്ന സ്ഥാനമൊക്കെ വിട്ട് ഊഞ്ചെ പത്രോം അവർ റുക്കാവട്ടോം സേ, അതായത് ഉയരത്തിൽ നിന്ന് വന്ന് വീഴുന്നതും പിന്നെ ഈ കല്ലുകൾ തട്ടിയുള്ള ആ തടസ്സങ്ങളിൽ നിന്നും ടകരാനേക്ക് ബാവജൂദ് വഹ് രുക്താന, അപ്പൊ ഈ ഇങ്ങനെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ വന്നിട്ടും അതെന്താണ് രുക്താനഹീഹെ എന്ന് വെച്ചാൽ നിൽക്കുന്നില്ല, അവിടെ നിന്ന് പോകുന്നില്ല. ബൽക്കി പക്ഷെ മറിച്ച് എന്താണ് പൂരെ ഉത്സാഹക്കെ സാത്ത്, വളരെ ഉത്സാഹത്തോടു കൂടെ ആകെ ബഡ്താഹെ എന്ന് വെച്ചാൽ മുന്നോട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്. ചർണയ്ക്ക് മാധ്യമസേ, അപ്പൊ ഈ അരുവി എന്ന് പറയുന്ന ഈ മാധ്യമത്തിലൂടെ കവി ജീവൻ കി കഠിന രാഹോ മേം ബിനാ തക്കെ ആകെ ബഡ്നെ കാ സന്ദേശ് ദേത്തേ ഹെ. അപ്പോ ഇതിന്റെ മാധ്യമത്തിൽ, അതായത് ഈ അരുവി എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ കവി എന്താണ് ജീവൻ കി കഠിന, അതായത് നമ്മുടെ ജീവിതത്തിൽ കഠിന പ്രശ്നങ്ങൾ, കഠിനമായ വഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം എന്താണ് തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു സന്ദേശമാണ് കവി ഇവിടെ തരുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താ, അപ്പോൾ കവിയെ പരിചയപ്പെടുത്തി ആശയം എഴുതി. പിന്നെ നമുക്കിനി കവിയുടെ കവിതയുടെ സവിശേഷതകൾ എഴുതണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തെന്താണ് കവിതയുടെ വിശേഷതകൾ. അപ്പൊ അതിനെക്കുറിച്ച് എഴുതണം. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? കവിതാമേം പ്രകൃതി കാ മാനവീകരൺ ബഡേ ഹി സുന്ദർ ഡംഗ് സേ കിയാ ഗയാ ഹെ. അപ്പൊ അത് നമ്മളെ ഇവിടെ ശ്രദ്ധിക്കേണ്ട അതിന്റെ പോയറ്റിക് ഡിവൈസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് കവിതാമേം, കവിതയില് പ്രകൃതി കാ മാനവീകരൺ, അതായത് നമ്മുടെ പേഴ്സണിഫിക്കേഷൻ, അതായത് പ്രകൃതിയെ നമുക്ക് മനുഷ്യനോട് ഉപമിക്കുകയാണ്. അതായത് ഇവിടെ അരുവിക്ക് കാമുകനുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ മനുഷ്യന്റെ ഒരു രൂപം, മനുഷ്യനെ പോലെ സങ്കല്പിച്ചാണ് അരുവിക്ക് കൊടുക്കുന്നത്. അതായത് അരുവിക്ക് ഒരു കാമുകനെ കാണാനാണ് പോകുന്നത്, അരുവി തന്റെ കാമുകനെ കാണാനാണ്, അതായത് അരുവി അവിടെ ഒരു വ്യക്തിയാക്കി മാറ്റി തീർക്കുവാണ്. ഓക്കെ, അപ്പോൾ കവിതാമേം പ്രകൃതി കാ മാനവീകരൺ ബഡേഹി സുന്ദർ ടങ് സേ കിയാ ഗയാ ഹെ. അപ്പോൾ കവിതയിൽ പ്രകൃതിയെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ സങ്കല്പിച്ചാണ് കവി ഇവിടെ മുന്നോട്ട് കവിത കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് വേറെന്ത് പറയാം? പ്രേം വിരഹ അവർ സംഘർഷ കാ ഭാവപൂർണ്ണ സമ്മിശ്രൺ ഹേ. എന്നിട്ട് പ്രേമത്തിന്റെയും വിരഹത്തിന്റെ ദുഃഖത്തിന്റെയും സംഘർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പാടുകൾ അല്ലെ, കല്ലിലൊക്കെ തട്ടിപ്പോകുന്നു. അപ്പൊ അതെല്ലാം കൂടെ ആ ഭാവപൂർണ്ണ സമ്മിശ്ര, എല്ലാ ഭാവങ്ങളും, അപ്പൊ പ്രേമവും ദുഃഖവും പിന്നെ കഷ്ടപ്പാടുകളും അതെല്ലാം കൂടെ സമ്മിശ്രണം, എല്ലാം കൂടെ ചേർത്താണ് കവി ഇതിനകത്ത് ഭാവം കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. ഇനി അടുത്ത് പിന്നെ എന്താണ്? ചൽ ചൽ കൽ കൽ ജൈസെ ധ്വന്യാത്മക ശബ്ദവും അവർ തത്സമ ശബ്ദാവലി കെ പ്രयोग से കവിത में സംഗീതാത്മകത ഉത്പന്ന हुई है. എന്ന് വെച്ചാൽ എന്താണ്? ചൽ ചൽ കള എന്ന് പറഞ്ഞുള്ള അതുപോലുള്ള വാക്കുകൾ ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രയോഗത്തിലൂടെ കവി എന്താണ് കൂടുതൽ കവിതയെ സംഗീതാത്മകമാക്കി നല്ല മനോഹരമാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ എഴുതി വെക്കാം. ഓക്കെ, അത്രയാവുമ്പോൾ നമുക്ക് ആ കവിതയുടെ വിശേഷതകളായി. ഇനി നമുക്ക് അവസാനം എന്താണ്? നമുക്ക് അവസാനം പറഞ്ഞത് നമ്മുടെ വ്യൂ, നമ്മുടെ കാഴ്ചപ്പാടാണ് അവസാനം എഴുതി നിർത്തേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കവിയെ പരിചയപ്പെടുത്തി ആശയം പറഞ്ഞു, പിന്നെ കവിതയുടെ സവിശേഷതകൾ പറഞ്ഞു. ഇനി അവസാനം നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് അടുത്ത് പറയേണ്ടത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? യഹ് കവിത ഹമേ സിഖാത്തി ഹേ കി. അപ്പോൾ ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാല് ജീവൻ രൂപി പഥ് പർ കിतनी भी बाधाएं आए हमें घबराए बिना दृढ़ संकल्प के साथ आगे बढ़ते रहना चाहिए എന്ന് വെച്ചാൽ, അപ്പോൾ ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ജീവൻ രൂപി പഥ് പർ, അതായത് നമുക്കറിയാം കല്ലുകൾ. അപ്പോൾ ആ കല്ലുകൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കല്ലുകൾ, അതായത് തടസ്സങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കിतनी भी बाधाएं, അതായത് എത്ര തടസ്സങ്ങൾ വന്നാലും ഹമേ ഘബരായ ബിന, നമ്മൾ പേടിക്കാതെ ദൃഢനിശ്ചയത്തോടുകൂടെ എന്താണ് ദൃഢനിശ്ചയത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് കവി നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രകൃതിക്ക് മാധ്യം സേ ജീവൻ കാ യഹ് സന്ദേശ് ദേന അത്യന്ത പ്രേരണദായക് ഹെ. അപ്പൊ പ്രകൃതി എന്ന് പറയുന്ന ആ മാധ്യമത്തിലൂടെ ജീവിതത്തെ കുറിച്ചുള്ള ഈ ഒരു സന്ദേശം നൽകുന്നത് എന്താണ്? വളരെയധികം നമ്മളെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കാഴ്ചപ്പാട് പറഞ്ഞങ്ങ് നിർത്താം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വേണം നിങ്ങൾ ഒരു ആസ്വാദന ടിപ്പണി എഴുതാൻ. അപ്പോൾ ഒന്നുകിൽ ഇതിനെക്കാട്ടിൽ ലളിതമായിട്ട് നിങ്ങൾക്ക് എഴുതി പഠിക്കാം, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത്രയാണ് ആസ്വാദന ടിപ്പണി. ഇനി അടുത്ത അവസാനം എന്താണ്? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അവസാനത്തെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ പ്രകൃതിയെ സംബന്ധിച്ച് ഛായാവാദി കവിതാങ്കോ സങ്കലൻ കരയും. ഓക്കെ, ഇനി അടുത്ത് അവിടെ പറയുന്ന പ്രകൃതിയെ സംബന്ധിച്ചുള്ള ഛായാവാദി കവിതകൾ ശേഖരിക്കാനാണ്. അത് നമുക്ക് വേണ്ട. പിന്നെ താഴെ അടുത്തായിട്ട് ഒരു കോളത്തിനകത്ത് സഹാരാലയം എന്ന് പറഞ്ഞ് വാക്കുകളും അതിന്റെ അർത്ഥങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ വാക്കുകളും അർത്ഥങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലാംഗ്വേജ് പേപ്പേഴ്സ് ഇംഗ്ലീഷ്, ഹിന്ദി ഇതൊക്കെ നമ്മൾ എഴുതുമ്പോൾ, സംസ്കൃതമൊക്കെ എഴുതുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് എത്ര കാണാതെ പഠിക്കുന്നതിന് ഒരു
പരിധിയുണ്ട് നമ്മളോട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ട പല ക്വസ്റ്റ്യൻസുമാണ് അവർ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു കുട്ടിക്ക് കഴിവുണ്ടോ, സ്വന്തമായിട്ട് എഴുതാൻ കഴിവുണ്ടോ എന്ന്. അപ്പോൾ ഇംഗ്ലീഷിലാണേലും ഹിന്ദിയിലാണേലും നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന അതുപോലെ വരണമെന്നില്ല പരീക്ഷയ്ക്ക്. അപ്പോൾ അതിന് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ നമുക്കത് എഴുതി ഫലിപ്പിക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത് കുറേ വാക്കുകൾ അറിഞ്ഞിരിക്കുക. ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും നമ്മൾ മാക്സിമം വാക്കുകൾ പഠിക്കുക, അർത്ഥങ്ങൾ പഠിക്കുക. എങ്കിലേ നമുക്കത് സ്വന്തമായിട്ട് നമ്മുടെ രീതിയിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൂടെ പഠിച്ചു വെക്കുക. അപ്പോൾ അവിടെ എന്താണ് ഫസ്റ്റ് വാക്ക്? നെർച്ചർ. നെർച്ചർ എന്ന് വെച്ചാൽ ചർന. ഓക്കെ, അരുവി, കാട്ടരുവി, കാട്ടിലൂടെ ഒഴുകുന്ന അരുവിയാണ്. അടുത്ത പ്രാങ്കൺ. പ്രാങ്കൺ എന്ന് വെച്ചാൽ ആങ്കൺ, മുറ്റം, മുറ്റം എന്നാണ് അവിടെ പറയുന്നത്. അവിദിതി. അവിദിതി എന്ന് വെച്ചാൽ അജ്ഞാത്. അജ്ഞാത് എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തവൻ എന്നുള്ള അർത്ഥം. പദരജ് കണ് എന്ന് വെച്ചാൽ പൗരോങ്കി ധൂളി എന്ന് പറഞ്ഞാൽ കാൽപ്പാടുകളിൽ എന്താണ്, കാലിലെ പൊടികൾ. അടുത്ത് പാഷാണ്. പാഷാൺ എന്ന് വെച്ചാൽ പത്തർ, കല്ല്. അടുത്തത് ടോക്കർ ഖാന. ടോക്കർ ഖാന എന്ന് വെച്ചാൽ എന്താണ്, ടകരാന എന്ന് വെച്ചാൽ തട്ടിത്തടയുക എന്നുള്ള അർത്ഥം. തരുഗണ്. തരുഗൺ എന്ന് പറഞ്ഞാൽ വൃക്ഷോം കാ സമൂഹ്, അതായത് മരങ്ങളുടെ കൂട്ടത്തെയാണ് പറയുന്നത്. ഇനി പല്ല് എന്ന് പറഞ്ഞാൽ ക്ഷണ്, നിമിഷം എന്നാണ്. ഗൂംജന. ഗൂംജന എന്ന് വെച്ചാൽ പ്രതിധ്വനിത് ഹോന എന്ന് വെച്ചാൽ മുഴങ്ങുക അല്ലെങ്കിൽ പ്രതിധ്വനിക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നെർച്ചർ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൽ കുറേ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കുക. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.